പണ്ട് പണ്ട് നടന്ന കഥയൊന്നുമല്ല കേട്ടോ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ്. എന്റെ വീട്ടിലെ മരക്കൊമ്പിൽ എന്നും വരാറുള്ള ഒരു കാക്കച്ചി എന്നോട് പറഞ്ഞ കഥ, കുഞ്ഞിക്കണ്ണേട്ടന്റെ കഥ. ആ കഥ ചിലപ്പോൾ ശ്യാമളേച്ചിക്ക് ഇഷ്ടമുണ്ടാവില്ല, അത് നിങ്ങളേവരെയും മുഷിപ്പിച്ചേക്കാം. എന്നിരുന്നാലും കാക്കച്ചി പറഞ്ഞ കഥ നമുക്കൊക്കെ പാഠമാകണമെന്നാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞിക്കണ്ണേട്ടൻ നമ്മുടെ നാട്ടുകാരന്, പണി കണ്ടം കൊത്തല്, അതന്നെ കേളക്കല്. കുഞ്ഞിക്കണ്ണേട്ടന്റെ ഭാഷയിൽ പറഞ്ഞ പുലർച്ചക്ക് കുളിത്തത് കുറിച്ച് പോകണം, നടുമണങ്ങി കൊത്തണം. ഉച്ചപ്പണി ഏകദേശം 12 മണി വരെ എടുക്കും, ചിലപ്പോൾ 3 ആവുന്നവരെ പണിയെടുക്കും. വൈകുന്നേരം കുഞ്ഞിക്കണ്ണേട്ടന് ലേശം കുടിക്കണം, കുടിച്ചാലോ പാട്ടും വരും. എന്നേരം ശ്യാമളേച്ചിക്ക് ഭ്രാന്തും വരും. ആദ്യ 3 ആവുമ്പോ കള്ളും കുടിച്ച് പണ്ടാരക്കാലം നിർത്തിനാ ചെവി അടപ്പിക്കുന്ന എന്റെ ഭഗവാനെ, കുടിച്ചാ വയറ്റി കിടക്കുന്ന മനുഷ്യ. ശ്യാമളേച്ചിയുടെ പ്രാക്ക് കേട്ട് മക്കൾ പറയും, അച്ഛന്റെയും ഈ പാട്ട് പിന്നെയും സഹിക്കാം, അമ്മയുടെ ഈ പ്രാക്കാണ് സഹിച്ചൂടാത്തത്. എന്നാലും അത്താഴം കഴിക്കാനാവുമ്പോഴേക്കും എല്ലാം ശരിയാവും. കാക്കച്ചി പഴയ കഥകൾ പറയുമ്പോൾ ഈ കുഞ്ഞിക്കണ്ണേട്ടന്റെ കഥയേ പറയാറുള്ളൂ. എല്ലും മുറിയെ പണിയെടുക്കുന്ന കുഞ്ഞിക്കണ്ണേട്ടന് മക്കളെ വലിയ നിലയിലെത്തിക്കാത്ത ഇത്രയും കഷ്ടപ്പെടുന്നത്. കുഞ്ഞിക്കണ്ണേട്ടന്റെ നടന്ന് കാണേണ്ടത് തന്നെയാ. നീണ്ടു പരന്നു കിടക്കുന്ന കണ്ടങ്ങളുണ്ടല്ലോ, ശരിക്കും പച്ച പട്ടുസാരി വിരിച്ച പോലെ തോന്നും. ഉയർന്നു നിൽക്കുന്ന കുന്നുകളും വലിയ മരങ്ങളും ഒഴുകുന്ന പുഴകളും പറക്കുന്ന പക്ഷികളും കാക്കച്ചി പറയുമ്പോൾ പോയി കാണണമെന്ന് തോന്നും. ഇന്ന് ആ നാടിന്റെ അവസ്ഥ കേട്ടാൽ ശരിക്കും സങ്കടപ്പെട്ടു പോകും. മലയിടിച്ച് മണ്ണിടിച്ച് കണ്ടങ്ങളൊക്കെ നിരത്തി, കണ്ടത്തിലുള്ള ഞണ്ടും അട്ടക്കൂടും തവളയും വെള്ളക്കൊക്കും ഒന്നും ഇപ്പൊ ഇല്ലത്രേ. അതൊക്കെ പോട്ടെ, നമ്മുടെ കുഞ്ഞിക്കണ്ണേട്ടനും ശ്യാമളേച്ചിക്കും എന്താ പറ്റിയതെന്ന് അറിയണ്ടേ? കഷ്ടപ്പെട്ട് പണിയെടുത്ത് മക്കളെ പോറ്റി വളർത്തി അവർ വലിയ നിലയിലെത്തി പത്രാസുകാരായി. അച്ഛനെയും അമ്മയെയും പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞ് പുറം നാട്ടിലും പോയി. പെൺമക്കളെയും വലിയ നിലയിലുള്ളവർക്ക് മംഗലം കഴിച്ചയച്ചു. നടുമണങ്ങിയ കുഞ്ഞിക്കണ്ണേട്ടന് ഇപ്പോൾ കൊത്താനും വയ്യാതായി. അച്ഛനെയും അമ്മയെയും നോക്കാൻ വയ്യാത്തത് കൊണ്ട് ഓരോരുത്തരും ദൂരേക്ക് സ്ഥലം മാറിപ്പോയി. വീടും വെച്ച് ആളെ തന്നെ കൂടി. മക്കളെയും കുഞ്ഞുമക്കളെയും കാണാതെ ചങ്ക് പൊട്ടി. ഭക്ഷണമൊന്നും വേണ്ടതായി. അതിൽ പിന്നെ ശ്യാമളേച്ചിക്ക് എപ്പോഴും സൂക്കേടാ. ഇപ്പോഴവർക്ക് എന്തവസ്ഥയിലാണെന്ന് അറിയുമോ? പുഴുവരിച്ച് പുണ്ടു വിരിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ അനാഥരായി. കൂട്ടുകാരെ, കാക്കച്ചി അവസാനം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ ഈ ഭൂമിയിലെ ദൈവങ്ങളാണ്. അവരെ നാം സ്നേഹിക്കണം, ബഹുമാനിക്കണം. നന്ദി, നമസ്കാരം.